വെൽക്കം ടു RRB ആൻഡ് PSC എക്സാം മേക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ജാനുവരിയിലെ PSC ബുള്ളറ്റിൻ ആണ്. ജാനുവരിയിലെ PSC ബുള്ളറ്റിൻ അത് 2025 ഇറങ്ങിയ ജനുവരി 2026 PSC ബുള്ളറ്റിൻ. അതില് ജനുവരി 2025 സ്പോർട്സിന്റെ ഫുൾ കറണ്ട് അഫയറും കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വെൽക്കം ടു PSC എക്സാം മേക്ക് ഓവർ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ PSC ഉദ്യോഗാർത്ഥികൾക്ക് കൂടെ ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. പ്രഥമ ഖോ ലോകകപ്പിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിലെ കിരീടം സ്വന്തമാക്കിയ രാജ്യം ഇന്ത്യ. പ്രഥമ ഖോ ലോകകപ്പിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിലെ കിരീടം സ്വന്തമാക്കിയ രാജ്യം എന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ് കേട്ടോ. ഇന്ത്യയാണ്, നമ്മുടെ ഇന്ത്യ. 2025 പ്രഥമ ഖോ ലോകകപ്പിന് വേദിയായത് ന്യൂഡൽഹിയാണ്. ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ വെച്ചാണ് പ്രഥമ ഖോ ലോകകപ്പിന് വേദിയായത്. പ്രഥമ ഖോ ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നം തേജസ് ആൻഡ് താര. ഇതായിരിക്കുന്ന തേജസ് ആൻഡ് താര. അപ്പോ പ്രഥമ ഖോ ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്നത് തേജസ് ആൻഡ് താരയാണ്. ലോകകപ്പിന് വേദിയായ സ്ഥലം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. പ്രഥമ ഖോ ലോകകപ്പിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിലെ കിരീടം സ്വന്തമാക്കിയത് ഇന്ത്യയാണ്. ഇനി സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി കണ്ണൂർ. സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി കണ്ണൂർ. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ജേതാക്കൾക്ക് ലഭിക്കുന്ന ട്രോഫിയുടെ പുതിയ പേര് ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ജേതാക്കൾക്ക് ലഭിക്കുന്ന ട്രോഫിയുടെ പുതിയ പേര് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി. അടുത്തത് 2025 ഇന്ത്യൻ പ്രീമിയർ ലീഗ് IPL കിരീടം നേടിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. 2025 ഇന്ത്യൻ പ്രീമിയർ ലീഗ് IPL അതിന്റെ കിരീടം നേടിയത് ആരാണ്? റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു. 2025 ജനീവ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് 2025 ജനീവ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് നൊവാക് ജോക്കോവിച്ച്. ജിമ്മി കൊണേഴ്സ്, റോജർ ഫെഡർ എന്നിവർക്ക് ശേഷം പുരുഷ ടെന്നീസിൽ 100 ATP കിരീടങ്ങൾ നേടിയ താരമാണ് നൊവാക് ജോക്കോവിച്ച്, സെർബിയ. അപ്പൊ 2025 ജനീവ ഓപ്പൺ പുരുഷ സിംഗിൾസ് നേടിയത് നൊവാക് ജോക്കോവിച്ച്. ആരാണ്? നൊവാക് ജോക്കോവിച്ച്. ജിമ്മി കോണേഴ്സ്, റോജർ ഫെഡറർ എന്നിവർക്ക് ശേഷം പുരുഷ ടെന്നീസിൽ 100 ATP കിരീടങ്ങൾ നേടിയ താരമാണ് നൊവാക് ജോക്കോവിച്ച്. ആലപ്പുഴയിലെ പുന്നമടക്കായലിൽ നടന്ന 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടി. ഓക്കെ, വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടിയാണ് ആലപ്പുഴയിലെ പുന്നമടക്കായലിൽ നടന്ന 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടിയാണ്. അടുത്തത് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയിലെ ജേതാക്കളായ ആരാണ്? വിയ്യപുരം ചുണ്ടൻ. ഒന്നുകൂടെ പറയാം. 2026 സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി എന്ന് പറയുന്നത്
കണ്ണൂരാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ജേതാക്കൾക്ക് ലഭിക്കുന്ന ട്രോഫിയുടെ പുതിയ പേര് എന്ന് പറയുന്നത് ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫിയാണ്. 2025 ഇന്ത്യൻ പ്രീമിയർ ലീഗ് കിരീടം നേടിയത് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു ആണ്. ഇനി ജനീവ ഓപ്പൺ പുരുഷ ടെന്നീസ് സിംഗിൾസ് കിരീടം നേടിയത് നോവാക് ജോക്കോവിച്ച് ആണ്. ജിമ്മി കോണേഴ്സ്, റോജർ ഫെറർ എന്നിവർക്ക് ശേഷം പുരുഷ ടെന്നീസിൽ 100 ATP കിരീടങ്ങൾ നേടിയ താരമാണ് നോവാക് ജോക്കോവിച്ച് എന്ന് പറയുന്നത്. ഇനി ആലപ്പുഴയിലെ പുന്നമടക്കായലിൽ നടന്ന 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടി. ഓക്കെ, ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളായത് വിയപുരം ചുണ്ടൻ. സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം തങ്കു എന്ന മുയൽ. തങ്കു എന്ന മുയലാണ് സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. തങ്കു എന്ന് പറയുന്ന മുയൽ. സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസിഡർ അഞ്ജു സാംസൺ ആണ് സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിന്റെ ഗുഡ്വിൽ അംബാസിഡർ കീർത്തി സുരേഷ്. സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിന്റെ ഗുഡ്വിൽ അംബാസിഡർ എന്ന് പറയുന്നത് കീർത്തി സുരേഷ്. 2025 സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ ഓവറോൾ ചാമ്പ്യന്മാരായി സ്വർണ്ണക്കപ്പ് കരസ്ഥമാക്കിയ ജില്ല തിരുവനന്തപുരം. 2025 സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ ഓവറോൾ ചാമ്പ്യന്മാരായി സ്വർണ്ണക്കപ്പ് നേടിയത് തിരുവനന്തപുരം. 2024 സംസ്ഥാന ഒളിമ്പിക്സ് വേദി എന്ന് പറയുന്നത് കണ്ണൂരാണ്. 2026 സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് വേദി കണ്ണൂരാണ്. അർജുന പുരസ്കാരം ലഭിച്ച മലയാളി നീന്തൽ താരം സാജൻ പ്രകാശ്. അർജുന പുരസ്കാരം ലഭിച്ച മലയാളി നീന്തൽ താരം സാജൻ പ്രകാശ്. സമഗ്ര സംഭാവനയ്ക്കുള്ള ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച മലയാളി ബാഡ്മിന്റൺ പരിശീലകനാണ് എസ് മുരളീധരൻ. 76ാമത് സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ തോൽപ്പിച്ച് കിരീടം നേടിയത് പശ്ചിമ ബംഗാളാണ്. വേദി ഹൈദരാബാദ്. 76ാമത് സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ തോൽപ്പിച്ച് കിരീടം നേടിയത് പശ്ചിമ ബംഗാൾ. ദേശീയ സീനിയർ പുരുഷ ഹാൻഡ്ബോളിൽ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് കേരളമാണ്. കേരളം. നെക്സ്റ്റ്, ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ ഹൈ ജമ്പിൽ സ്വർണം നേടിയത് നിഷാദ് കുമാർ. ലോക പാരാ അത്ലറ്റ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ ഹൈ ജമ്പിൽ സ്വർണം നേടിയത് നിഷാദ് കുമാർ. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോ സ്വർണം നേടിയത് സന്ദീപ് സജ്ജയ് സഗർ. ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയില് സ്വർണം നേടിയത്. ലോക പാരാ അത്ലറ്റ് ചാമ്പ്യൻഷിപ്പ് വനിതകളുടെ 100 മീറ്റർ സ്വർണം നേടിയത് സിമ്രാൻ ശർമ്മ. ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് വനിതകളുടെ 100 മീറ്റർ സ്വർണം നേടിയത് സിമ്രാൻ ശർമ്മ. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സ്ഥാനം 10. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 10. 6 സ്വർണം ഉൾപ്പെടെ 22 മെഡലുകൾ നേടി. 6 സ്വർണം ഉൾപ്പെടെ 22 മെഡലുകളാണ് നേടിയത്. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ബ്രസീൽ. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ആരാണ്? ബ്രസീൽ. 2026 വനിതാ പുരുഷ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യങ്ങൾ ബെൽജിയം, നെതർലാൻഡ്സ്. 2026 വനിതാ പുരുഷ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യങ്ങൾ ബെൽജിയം, നെതർലാൻഡ്സ്.
ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഓർത്തു വെക്കാം. വനിതാ പുരുഷ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യങ്ങൾ ബെൽജിയം, നെതർലാൻഡ്സ്. 2025 ഏഷ്യൻ വിന്റർ ഗെയിംസ് ആതിഥേയത്വം വഹിച്ച രാജ്യം. 2025 ഏഷ്യൻ വിന്റർ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ചൈന. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ്. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ്. 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദിയാകുന്ന ഇന്ത്യൻ നഗരം അഹമ്മദാബാദ്. 2030 കോമൺവെൽത്ത് ഗെയിംസിന് നഗരമാകുന്ന 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന നഗരം അഹമ്മദാബാദ്. 2026 കോമൺവെൽത്തിന്റെ വേദി എന്ന് പറയുന്നത് ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ് ആണ്. 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദിയാകുന്ന നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അഹമ്മദാബാദ് ആണ്. 2025 വനിതാ പുരുഷ കബഡി ലോകകപ്പിന് വേദിയാകുന്നത് ഇംഗ്ലണ്ട്. വേദികൾ ചോദിക്കാറുണ്ട്, അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെക്കാം. 2025 ഏഷ്യൻ വിന്റർ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ചൈന. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ്. 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദിയാകുന്ന ഇന്ത്യൻ നഗരം അഹമ്മദാബാദ്. 2025 വനിതാ പുരുഷ കബഡി ലോകകപ്പുകൾക്ക് വേദിയാകുന്നത് ഇംഗ്ലണ്ട്. ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് വേദി ബാത്തുമി, ജോർജിയ. ഫിഡെ വനിതാ ചെസ് ലോകകപ്പിന് വേദിയാകുന്നത് ബാത്തുമി, ജോർജിയ. ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ദിവ്യ ദേശ്മുഖ്. ലോകകപ്പ് കിരീടം ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ദിവ്യ ദേശ്മുഖ് ഫൈനലിൽ കൊനേരു ഹംപിയെ പരാജയപ്പെടുത്തി. ആരെ പരാജയപ്പെടുത്തി? കൊനേരു ഹംപി. ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന നാലാമത്തെ ഇന്ത്യക്കാരി. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ രണ്ടാം സീസണിൽ തൃശൂർ മാജിക് FC പരാജയപ്പെടുത്തി കിരീടം നേടിയത് കണ്ണൂർ വാരിയേഴ്സ്. ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തുന്ന 2025 സംസ്ഥാന സ്കൂൾ കായിക മേളയ്ക്ക് വേദിയാകുന്ന ജില്ല തിരുവനന്തപുരം. അപ്പൊ ഈ വേദികളൊക്കെ ഒന്നുകൂടെ ഞാൻ പറയാം. 2026 വനിതാ പുരുഷ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യം ബെൽജിയം, നെതർലാൻഡ്സ്. 2025 ഏഷ്യൻ വിന്റർ ഗെയിംസ് ആതിഥേയത്വം വഹിച്ച രാജ്യം ചൈന. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഗ്ലാസ്ഗോ. 2030 കോമൺവെൽത്ത് ഗെയിംസ് വേദിയാകുന്ന ഇന്ത്യൻ നഗരം എന്ന് പറയുന്ന അഹമ്മദാബാദ്. 2025 വനിതാ പുരുഷ കബഡി ലോകകപ്പുകൾക്ക് വേദിയാകുന്നത് ഇംഗ്ലണ്ട്. ഫിഡെ വനിതാ ചെസ് ലോകകപ്പിന് വേദിയാകുന്നത് ബാത്തുമി, ജോർജിയ. ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത വിദ്യ ദേശ്മുഖ് ഫൈനലിൽ കൊനേരു ഹംപിയെ പരാജയപ്പെടുത്തി. ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന നാലാമത്തെ ഇന്ത്യക്കാരി ദിവ്യ ദേശ്മുഖ്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ രണ്ടാം സീസണിൽ തൃശൂർ മാജിക് FC പരാജയപ്പെടുത്തി കിരീടം നേടിയത് കണ്ണൂർ വാരിയേഴ്സ് FC. ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തുന്ന 2025 സ്കൂൾ കായിക മേളയ്ക്ക് വേദിയായ ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയുടെ സ്ഥാനം 10, 6 സ്വർണം ഉൾപ്പെടെ 22 മെഡലുകൾ നേടി. അടുത്തത് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കീഴിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്ന ജില്ല കൊല്ലം, എഴുകോൺ. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കീഴിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് സ്റ്റേഡിയം വരുന്നത് എവിടെയാണ്? കൊല്ലം, എഴുകോൺ. 2026 ഏഷ്യൻ ഗെയിംസ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2026 ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ജപ്പാനാണ്. ഐച്ചി നഗോയ.
അപ്പൊ 2026 ഓർത്തു വെക്കേണ്ട കാര്യമാണ്. 2026 ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കറണ്ട് അഫയറിൽ ചോദിച്ച് കാണാറുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. 2026 ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ജപ്പാൻ. 2027 പ്രഥമ ബിംസ്റ്റെക് ഗെയിംസ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. 2027 പ്രഥമ ബിംസ്റ്റെക് ഗെയിംസ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. 2026 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഡൽഹി. 2026 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഡൽഹി. 2026 വനിതാ പുരുഷ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യം ബെൽജിയം, നെതർലാൻഡ്സ്. 2026 വനിതാ പുരുഷ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യങ്ങൾ ബെൽജിയം, നെതർലാൻഡ്സ്. 2025 ഏഷ്യൻ വിന്റർ ഗെയിംസ് ആതിഥേയത്വം വഹിച്ച രാജ്യം ഹാർബിൻ, ചൈന. ഇതിന്റെയൊക്കെ PDF കിട്ടാൻ വേണ്ടി നിങ്ങൾ PSC കേരള PSC 2026,27 എന്ന ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാം. ടെലഗ്രാം ചാനലാണ് കേട്ടോ. ഓക്കെ, അടുത്തത് ഫിഡെ ലോകകപ്പ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം ജേതാവായ ഇന്ത്യൻ താരമാണ് കൊനേരു ഹംപി. ഫിഡെ ലോകകപ്പ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം ജേതാവായ ഇന്ത്യൻ താരമാണ് കൊനേരു ഹംപി. TP ടെന്നീസ് പുരുഷ സിംഗിൾ കിരീടം നേടിയ ഏറ്റവും പ്രായം കൂടിയ താരം ഗെയിൽസ് മോൺഫിൽസ്. ATP ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയ ഏറ്റവും പ്രായം കൂടിയ താരം ഗെയിൽസ് മോൺഫിൽസ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ടാറ്റ സ്റ്റീൽ ചെസ്സിൽ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ ചെസ് താരമാണ് R പ്രജ്ഞാനന്ദ. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യ. ICC വനിതാ ഏകദിന ലോകകപ്പിന് ദക്ഷിണാഫ്രിക്കയെ തകർത്ത് കിരീടം നേടിയത് ഇന്ത്യ. ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ. അപ്പൊ 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയായ രാജ്യം ഇന്ത്യ. ICC വനിതാ ഏകദിന ലോകകപ്പിന് ദക്ഷിണാഫ്രിക്കയെ തകർത്ത് കിരീടം നേടിയത് ഇന്ത്യ. ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ. 2025 ICC പുരുഷ ക്രിക്കറ്റ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് സൗരവ് ഗാംഗുലി. 2025 ICC പുരുഷ ക്രിക്കറ്റ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് സൗരവ് ഗാംഗുലി. കേന്ദ്ര കായിക മന്ത്രാലയത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന നെഹ്റു യുവ കേന്ദ്രയുടെ പുതിയ പേര് മേരാ യുവ ഭാരത്. കേന്ദ്ര കായിക മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നെഹ്റു യുവ കേന്ദ്രയുടെ പുതിയ പേര് മേരാ യുവ ഭാരത്. 2025 വനിതാ കബഡി ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച് ധാക്ക, ബംഗ്ലാദേശ്. 2025 വനിതാ കബഡി ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചതാരാണ്? ധാക്ക, ബംഗ്ലാദേശ്. അടുത്തത് 2025 വനിതാ കബഡി ലോകകപ്പ് കിരീടം നിലനിർത്തിയ രാജ്യം ഇന്ത്യ. 2025 വനിതാ കബഡി ലോകകപ്പ് കിരീടം നിലനിർത്തിയ രാജ്യം ഇന്ത്യ. അണ്ടർ 19 T20 ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം നേടിയ ഇന്ത്യ. വേദി മലേഷ്യ ആയിരുന്നു. അണ്ടർ 19 T20 ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം നേടിയത് ഇന്ത്യ. വേദി മലേഷ്യ. അണ്ടർ 19 വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട മലയാളി ക്രിക്കറ്റ് താരം VJ ജോഷിത. അണ്ടർ 19 വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൽ നിന്ന് ഉൾപ്പെട്ട മലയാളി ക്രിക്കറ്റ് താരം VJ ജോഷിത വയനാടിൽ നിന്നാണ്. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ IOC പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ക്രിസ്റ്റി കവൻട്രി. സിംബാബ്വെയാണ് രാജ്യം. ഓക്കെ, അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ക്രിസ്റ്റി കവൻട്രി. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് തോമസ് ബാക്ക്.
അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് തോമസ് ബാബ്. ഇന്ത്യയുടെ 1975 ഹോക്കി ലോകകപ്പ് വിജയത്തെ കുറിച്ച് എറോൾ അതൊന്ന് ക്രോപ്പ് ചെയ്തപ്പോഴുള്ള പ്രശ്നമാണേ. ആറാമത് ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ഇന്ത്യ. ആറാമത് ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ഇന്ത്യ. 37ാമത് അഖിലേന്ത്യാ തപാൽ കലാമേളയിൽ ജേതാക്കൾ കേരളം. 37ാമത് അഖിലേന്ത്യാ തപാൽ കലാമേളയിൽ ജേതാക്കൾ കേരളം. ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തി 2025 ICC ചാമ്പ്യൻഷിപ്പ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയ ടീം ഇന്ത്യ. ആറാമത് ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ആരാണ്? ഇന്ത്യ. 37ാമത് അഖിലേന്ത്യാ തപാൽ കലാമേളയിൽ ജേതാക്കൾ ആരാണ്? കേരളം. ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തി 2025 ICC ചാമ്പ്യൻഷിപ്പ് ട്രോഫി കിരീടം നേടിയ ടീം ഏതാണ്? ഇന്ത്യ. ഇനി 2025 ലോകകപ്പ് പുരുഷ ഹോക്കി ചാമ്പ്യൻഷിപ്പിന്റെ വേദി രാജ്ഗീർ ബീഹാർ. 2025 ഏഷ്യ കപ്പ് പുരുഷ ഹോക്കിയിൽ ജേതാക്കളായ രാജ്യം ഇന്ത്യ. കേരളത്തെ പരാജയപ്പെടുത്തി 2024-25 രഞ്ജി ട്രോഫി കിരീടം നേടിയ ടീമാണ് വിദർഭ. 2027 നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സ് ഈ സ്പോർട്സ് ഗെയിംസിന്റെ വേദി റിയാദ് സൗദി അറേബ്യയാണ്. 2025 ഖേലോ ഇന്ത്യൻ യൂത്ത് ഗെയിംസ് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ബീഹാറാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് മുഖ്യ പരിശീലകനായ സ്പാനിഷ് കോച്ചാണ് ഡേവിഡ് കറ്റാല. 2025 ഇന്ത്യയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ജാവലിൻ ത്രോ മത്സരത്തിന് നൽകിയിരിക്കുന്ന പേര് നീരജ് ചോപ്ര ക്ലാസിക്. 2025 ഇന്ത്യയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ജാവലിൻ ത്രോ മത്സരത്തിന് നൽകിയിരിക്കുന്ന പേര് നീരജ് ചോപ്ര ക്ലാസിക്. പ്രഥമ നീരജ് ചോപ്ര ക്ലാസിക് ജാവലിൻ ത്രോ മത്സരത്തിന്റെ വേദി ബാംഗ്ലൂരു. പ്രഥമ നീരജ് ചോപ്ര ക്ലാസിക് ജാവലിൻ ത്രോ മത്സരത്തിന്റെ വേദി എന്ന് പറയുന്നത് ബാംഗ്ലൂരു. 2025 മെയ് മാസത്തിൽ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകി ആദരിക്കപ്പെട്ട കായിക താരം നീരജ് ചോപ്ര. 2025 മെയ് മാസത്തിൽ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകി ആദരിക്കപ്പെട്ട കായിക താരം നീരജ് ചോപ്ര. 2025 ഒക്ടോബറിൽ ഇന്ത്യൻ ആർമിയിൽ ഓണററി ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച കായിക താരം നീരജ് ചോപ്ര. ആറാമത് ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ഇന്ത്യ. 37ാമത് അഖിലേന്ത്യാ തപാൽ കലാമേളയിൽ ജേതാക്കൾ കേരളം. ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തി 2025 ICC ചാമ്പ്യൻഷിപ്പ് ട്രോഫി കിരീടം നേടിയ ടീം ഇന്ത്യ. 2025 ലോകകപ്പ് പുരുഷ ഹോക്കി ചാമ്പ്യൻഷിപ്പിന്റെ വേദി രാജ്ഗീർ. 2025 ഏഷ്യ കപ്പ് പുരുഷ ഹോക്കിയിൽ ജേതാക്കളായ രാജ്യം ഇന്ത്യ. കേരളത്തെ പരാജയപ്പെടുത്തി 2024-25 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടി ടീം വിദർഭ. 2027 നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന്റെ വേദി റിയാദ്. 2024 ഖേലോ ഇന്ത്യൻ യൂത്ത് ഗെയിംസ് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ബീഹാർ. കേരള ബ്ലാസ്റ്റേഴ്സ് മുഖ്യ പരിശീലകനായ സ്പാനിഷ് കോച്ച് ഡേവിഡ് കറ്റാല. 2025 കബഡി ലോകകപ്പ് പുരുഷ വിഭാഗം കിരീടം നേടിയത് ഇന്ത്യ. 2026 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ കാനഡ, മെക്സിക്കോ, അമേരിക്ക. 2026 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ കാനഡ, മെക്സിക്കോ, അമേരിക്ക. 2026 ഫിഫ ലോകകപ്പിന് പങ്കെടുക്കുന്ന ആകെ ടീമുകളുടെ എണ്ണം 48. 2026 ഫിഫ ലോകകപ്പിന് പങ്കെടുപ്പിക്കുന്ന ആകെ ടീമുകളുടെ എണ്ണം 48. 2026 ഫിഫ ലോകകപ്പിനുള്ള പന്തിന് നൽകിയ പേര് ട്രയോണ്ട. 2026 ഫിഫ ലോകകപ്പിനുള്ള പന്തിന് നൽകിയ പേര് ട്രയോണ്ട. 2026 ഫിഫ ലോകകപ്പിന് ഔദ്യോഗിക ചിഹ്നങ്ങൾ മാപ്പിൾ, സായു, ക്ലച്ച്.
മാപ്പിൾ സായു ക്ലച്ച്, മാപ്പിൾ സായു കച്ച്, മാപ്പിൾ സായു ക്ലച്ച്. ഓക്കെ, 2026 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ കാനഡ, മെക്സിക്കോ, അമേരിക്ക. കാനഡ, മെക്സിക്കോ, അമേരിക്ക. ഒന്നുകൂടെ, കാനഡ, മെക്സിക്കോ, അമേരിക്ക. 2026 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ കാനഡ, മെക്സിക്കോ, അമേരിക്ക. 2026 ഫിഫ ലോകകപ്പിന് പങ്കെടുപ്പിക്കുന്ന ആകെ ടീമുകളുടെ എണ്ണം 48. 2026 ഫിഫ ലോകകപ്പിനുള്ള പന്തിന് നൽകിയ പേര് ട്രയോണ്ട, ട്രയോണ്ട, ട്രയോണ്ട. 2026 ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക ഭാഗ്യ ചിഹ്നങ്ങൾ മാപ്പിൾ സായു ക്ലച്ച്, മാപ്പിൾ സായു ക്ലച്ച്. 2026 ഫിഫ ലോകകപ്പിന് മത്സരിച്ച് യോഗ്യത നേടുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം ജപ്പാൻ, ഏഷ്യൻ രാജ്യം ജപ്പാൻ. ഫിഫ ലോകകപ്പിന് യോഗ്യത നേടി ഏറ്റവും കുറഞ്ഞ ജനസംഖ്യ കുറഞ്ഞ രാജ്യം കുറകാവോ, കുറകാവോ. കോച്ച് ഡിക്ക് അഡ്വക്കറ്റ്, ഡിക്ക് അഡ്വക്കറ്റ്. ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് ആദ്യമായി യോഗ്യത നേടിയ രാജ്യങ്ങൾ കേപ്പ് വെർദെ, ജോർദാൻ, ഉസ്ബെക്കിസ്ഥാൻ, കുറകാവോ, കുറകാവോ. ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് ആദ്യമായി യോഗ്യത നേടിയ രാജ്യങ്ങൾ കേപ്പ് വെർദെ, ജോർദാൻ, ഉസ്ബെക്കിസ്ഥാൻ, കുറകാവോ. 2025 ഏപ്രിൽ അന്തരിച്ചു ദ്രോണാചാര്യ അവാർഡ് ജേതാവ് കൂടിയായ പ്രശസ്ത ഷൂട്ടിംഗ് പരിശീലകൻ പ്രൊഫസർ സണ്ണി തോമസ്. 2025 ഏപ്രിൽ അന്തരിച്ച ദ്രോണാചാര്യ അവാർഡ് ജേതാവ് കൂടിയായ പ്രശസ്ത ഷൂട്ടിംഗ് പരിശീലകൻ പ്രൊഫസർ സണ്ണി തോമസ്. 2025 ICC ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം മഹേന്ദ്ര സിംഗ് ധോണി. 2025 ICC ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം മഹേന്ദ്ര സിംഗ് ധോണി. മഹേന്ദ്ര സിംഗ് ധോണിയെ കൂടാതെ 2025 ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ടത് ഗെയിം സ്മിത്ത്, ഹാഷിംല, മാത്യു ഹെയ്ൻഡർ, ഡാനിയൽ വെട്ടോറി, സനാമിർ. ഇവരുടെ പേരുകൾ എനിക്ക് സത്യത്തിൽ ഓർമ്മയിരിക്കലുണ്ട്, വിടാണ്. പ്രഥമ ഖേലോ ഇന്ത്യൻ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിന്റെ വേദി ദാൽ തടാകം, ശ്രീനഗർ. ഭാഗ്യചിഹ്നം ഹിമാലയൻ കിങ് ഫിഷർ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ സ്പോർട്സിന്റെ കറണ്ട് അഫയർ ക്ലാസ് ഇവിടെ അവസാനിക്കാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Okay, thank you.